സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ പ്രതിസന്ധിക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. 1,00,000-ഓളം ജീവനക്കാർക്ക് ഇനിയും ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ലഭിക്കാത്തവരിൽ ഭൂരിഭാഗവും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരാണെന്ന് അറിയുന്നു. സലീം മാലിക് പറയും മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സലീം മാലിക്. യഥാർത്ഥത്തിൽ 1,00,000-ത്തിലധികം ജീവനക്കാർ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 5,00,000-ത്തിലധികം ജീവനക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ 5-ലൊന്ന് ആളുകൾ കിട്ടിയിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. എസ് സൂചിപ്പിച്ചതുപോലെ ആകെ 5 ലക്ഷത്തിന് അടുത്തു ജീവനക്കാരാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരായി ഉള്ളത്. അതിൽ ഈ 1,00,000-ത്തിന് അടുത്തു ജീവനക്കാർക്ക്, അതായത് 20%-ലധികം ജീവനക്കാർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ല എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. കഴിഞ്ഞ ദിവസം, അതായത് 3 ദിവസം മുൻപ് ധനമന്ത്രി ഈ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ 3 ദിവസത്തിനപ്പുറത്തേക്ക് ഈ ശമ്പള പ്രതിസന്ധി ഉണ്ടാവില്ല. ആ വാർത്താ സമ്മേളനം വിളിച്ച ആ ദിവസവും അതിന്റെ പിറ്റേ ദിവസവുമായി തന്നെ ശമ്പളം മുഴുവൻ കൊടുത്തു തീർക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നതാണ്. പക്ഷേ ആ പ്രഖ്യാപനം നടപ്പിലായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ദിവസം മുതൽ തന്നെ ശമ്പളം ലഭിച്ചു തുടങ്ങിയെങ്കിലും അതിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ഈ ലഭിച്ച ശമ്പളം മുഴുവൻ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനാകില്ല എന്നതുൾപ്പെടെയുള്ള വിചിത്ര നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആദ്യ വർക്കിംഗ് ദിവസം ശമ്പളം ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്ന് തന്നെ ശമ്പളം ലഭിച്ചു തുടങ്ങിയിരുന്നത്. പിറ്റേ ദിവസത്തോടുകൂടി, 2-ാം ദിവസത്തോടുകൂടി മുഴുവൻ പേർക്കും, ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്ന മുഴുവൻ പേർക്കും ശമ്പളം ലഭിച്ചു. പിന്നീട് 2-ാം പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേർക്കും ശമ്പളം ലഭിച്ചു. പക്ഷേ 3-ാം പ്രവൃത്തി ദിനത്തിൽ ശമ്പളം ലഭിക്കുന്ന കൂടുതൽ ആളുകൾക്കാണ് ഇപ്പോഴും ഈ ശമ്പളം പൂർണ്ണമായും ലഭിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യ വകുപ്പിലെയും വിദ്യാഭ്യാസ വകുപ്പിലെയും ജീവനക്കാരാണ്. ഒപ്പം തന്നെ കായിക വകുപ്പിലേതുൾപ്പെടെയുള്ള ജീവനക്കാർക്കും ശമ്പള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ആ നിലയിൽ ഒരു സമരത്തിലേക്ക് ഉൾപ്പെടെ ഈ ജീവനക്കാരൊക്കെ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നേരത്തെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇവിടെ ഈ ഞാൻ നിൽക്കുന്നതിന് പുറകുവശത്ത് അനിശ്ചിതകാല നിരാഹാരം ഈ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളം എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അവർ ആ സമരം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കുറച്ച് ശമ്പളം വാങ്ങുന്ന സാധാരണ സർക്കാർ ജീവനക്കാരെ ഇപ്പോഴും ഈ സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവാതിരിക്കാനാണ് സർക്കാർ ഇപ്പോഴും ഈ ശമ്പളം പിടിച്ചു നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ധനമന്ത്രി അന്ന് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 ദിവസത്തിനുള്ളിൽ ശമ്പളം നൽകാമെന്നുള്ള വാക്ക് പാലിച്ചില്ല. പക്ഷേ ഇന്നത്തോടുകൂടി പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ധനവകുപ്പിലെ ജീവനക്കാരൊക്കെ അത്തരത്തിൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവാതെ പണം കൊടുത്തു തീർക്കണമെങ്കിൽ 10-ാം തീയതിയോട് കൂടി മാത്രമേ ഈ ശമ്പളം പൂർണ്ണമായും കൊടുത്തു നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ ഈ മാസത്തെ ശമ്പള പ്രതിസന്ധി അടുത്ത മാസം ഉണ്ടാകില്ല എന്നുകൂടി ഒരു വിലയിരുത്തലുണ്ട്. കാരണം ഈ സാമ്പത്തിക വർഷം കൂടി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി മാർച്ച് മാസത്തിൽ വന്നത്. എന്നാൽ അടുത്ത മാസത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രതിസന്ധി ആ നിലയിൽ ഉണ്ടാവില്ല. പുതിയ സാമ്പത്തിക വർഷം എന്ന നിലയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. രാജേന്ദ്രൻ വാസുദേവൻ ചോദിക്കുന്നു, ഗുഡ് മോർണിംഗ് SKN. കാട്ടാനിയുടെ അടുത്ത് പോയി ഇത്ര സാഹസികത വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കൊരു പക്ഷേ ഈ കാട്ടാനക്കൂട്ടം നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വനമേഖലയ്ക്ക് അടുത്തുള്ള ജനവാസ മേഖലയിലൊക്കെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ബുദ്ധിമുട്ട് പ്രേക്ഷകർ കൂടി അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും അടുത്ത് പോയിട്ട് ഇത് ചിത്രീകരിച്ച്. എന്നാൽ ഈ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് പ്രകോപിപ്പിക്കാതെ നമ്മൾ ഒരു ഇല പോലും അനങ്ങാതെയാണ് ഇത് ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് കൂടി പ്രേക്ഷകരോട് പറയുകയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ഈ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പ്രവേശം ഒന്ന് സ്ഥിരീകരിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് ഉറപ്പായി. അവരിന്നലെ BJPയുടെ നാഷണൽ പ്രസിഡന്റ് JP നദ്ദയെ കാണുകയൊക്കെ ചെയ്തു. അത് ഉറപ്പ് ഇന്ന് രാവിലെ അവർ അതിൽ ചേരും. അതുപോലെ വിജയൻ ചോദിക്കുന്നു, പുരസ്കാരമൊക്കെ കിട്ടിയതുകൊണ്ടാണോ എന്ന് ഞങ്ങളുടെ മെസ്സേജ് ഒന്നും വായിക്കാത്തത്? എന്ത് പുരസ്കാരം? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കിതിനൊക്കെ ഒരു പ്രായമുണ്ട്. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം മനസ്സിന് ഇതിനപ്പുറം കടന്നു പോകാനുള്ളൊരു പക്വത നമുക്ക് നേടിക്കഴിയുമ്പോൾ ഈ പുരസ്കാരങ്ങളുടെ വേലി തട്ടി നമ്മൾ വീഴില്ല. അതതിൻ്റെ വഴിക്ക് പോട്ടെ, നമുക്കെന്താണ്.